lady Anna Rajan is here. Xperia Mobiles and Vivo X2 Onam Success Celebration 2026 ഭാഗമാകുവാൻ വേണ്ടി മാം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഒരുപാട് നന്ദി. We are truly grateful for your presence. അതോടൊപ്പം തന്നെ നമ്മുടെ വീട്ടിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികളെയും ഞാൻ ഏറെ സന്തോഷപൂർവ്വം ഏറെ ആദരപൂർവ്വം ഇൻവൈറ്റ് ചെയ്യുകയാണ് ഈ ഒരു നിമിഷം. യെസ് മാം, ഒന്നൊന്ന് മുന്നോട്ട് വരാമോ? എല്ലാവരും വെയിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ചൊന്ന് ബാക്കിലോട്ട് നിൽക്കാം കേട്ടോ. യെസ് മാം, ഈ ഒരു നിമിഷം അടൂരിൻ്റെ മണ്ണിലേക്ക്, അത് നമ്മുടെ എക്സ്പീരിയ മൊബൈൽസിൻ്റെ ഈ ഒരു ഗ്രാൻഡ് സക്സസിൻ്റെ പാർട്ടാവാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നതിൽ നിങ്ങൾ എങ്ങനെ ഫീൽ ചെയ്യുന്നു? വാട്ട് യു വാണ്ട് ടു സേ? ഒരുപാട് സന്തോഷം. എൻ്റെ സൗണ്ട് പോയി കിടക്കണമല്ലോ. അപ്പോൾ എക്സ്പീരിയ മൊബൈൽസിൽ സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ബ്രാൻഡ് അംബാസിഡർ ആക്കാമെന്ന് തോന്നുന്നു. കാരണം എല്ലാ വർഷവും ഞാനിവിടെ വരാറുണ്ട്. അപ്പോൾ എന്തായാലും എക്സ്പീരിയ മൊബൈൽസ് ഈ ഓണത്തിന് തകർപ്പൻ ഓഫറുകളും സമ്മാനങ്ങളാണ് നിങ്ങൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത്. കൂടാതെ 23, 24, 25 ഡേ ആൻഡ് നൈറ്റ് ഓഫർ ഉണ്ട്. നമ്മുടെ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ നാടിൻ്റെ തന്നെ ഒരു മുഖച്ഛായ മാറ്റമാണ്. കാരണം നിങ്ങൾക്ക് നൈറ്റും ഓഫേഴ്സ് അവൈലബിൾ ആണ്. ഒന്ന് ഉറങ്ങിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഫോൺ വേണമെന്ന് തോന്നിയാൽ നേരെ എക്സ്പീരിയയിലേക്ക് വരും. മികച്ച ഓഫറും സമ്മാനങ്ങളും നിങ്ങൾക്ക് ഉറപ്പായിട്ടും നൽകുന്നു. കൂടാതെ ഓരോ പർച്ചേസിനും ഇനാഗ്രേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ എത്തിയിട്ടുള്ള പ്രിയമുള്ള ഫിലിം സ്റ്റാർ അന്ന രാജൻ, ഇവിടെ പങ്കെടുക്കുന്ന പ്രിയമുള്ള വ്യാപാരി വ്യവസായ സമിതിയുടെ സെക്രട്ടറി മനോഹരൻ ചേട്ടൻ, പ്രിയമുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് കൂടിയായിട്ടുള്ള അംജത്ത്, പ്രിയപ്പെട്ട ബിനു, അതേപോലെ ഇവിടെ എത്തിയിട്ടുള്ള ഇതിൻ്റെ പ്രൊപ്പറേറ്റർ ഇൻഷാദ്, പ്രിയമുള്ളവർ, നമ്മൾ അടൂരിൻ്റെ മണ്ണിൽ ഒരു ചെറിയ സ്ഥാപനത്തിൽ നിന്ന് ഉയർന്ന ഇന്ന് വിവിധ മേഖലകളിലായിട്ട് ഒട്ടേറെ സ്ഥാപനങ്ങൾ ഉയർന്നു വരുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനം അൻഷാന്റെ നേതൃത്വത്തിൽ നിന്ന് എക്സ്പീരിയ പത്തനംതിട്ടയുണ്ട്, അടൂരുണ്ട്, വിവിധ മേഖലകൾ മണ്ഡലത്തുണ്ട്. അപ്പം അത്തരത്തിലേക്കെല്ലാം വ്യാപിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവിടെയെല്ലാം തന്നെ ഉയർന്ന തരത്തിലേക്ക് എത്തിക്കുവാൻ ഈ അടൂരിൻ്റെ ജനഹൃദയങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് തീർച്ചയായിട്ടും നടന്നിട്ടുള്ളത്. ഇനിയും ഏറെ ഉയരങ്ങളിലേക്ക് എത്തട്ടെ. പത്തനംതിട്ട ഷോറൂമിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് പ്രിയമുള്ള അന്നയോടൊപ്പം അന്ന് ആ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്.